നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് സമ്മേളനവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബ് ഹാളിൽ നടന്നു. പ്രവാസിക്കൊരു കൈത്താങ്ങെന്ന ആശയവുമായി കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ആഗോളതലത്തിൽ പ്രവാസികളാൽ രൂപം കൊടുത്ത കൂട്ടായ്മയാണ് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ GKPA. കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവാസികളെ വിഘടിപ്പിച്ച് തങ്ങളോടൊപ്പം നിർത്തുകയും എന്നാൽ പ്രവാസി സമൂഹത്തിന് ഒരു നേട്ടവും നാളിതുവരെ ഉണ്ടായിട്ടുമില്ലാത്ത സാഹചര്യത്തിലാണ് പ്രവാസികൾക്കൊരു കൈത്താങ്ങെന്ന ആശയവുമായി GKPA സംഘടനയ്ക്ക് രൂപം നൽകിയത്. ലോകത്ത് 11 രാജ്യത്തും കേരളത്തിൽ 14 ജില്ലകളിലുമായി പ്രവർത്തിക്കുന്ന GKPA സംഘടനയുടെ താലൂക്ക് പുനഃസംഘടനയുടെ ഭാഗമായി ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ്റെ കരുനാഗപ്പള്ളി താലൂക്ക് സമ്മേളനവും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബ് ഹാളിൽ GKPA കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ ജോസഫിൻ്റെ അധ്യക്ഷതയിൽ നടന്നു. കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ശ്രീ C. ജോൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ട്? നമ്മളെ കൊടുക്കാനൊന്നും കാണത്തില്ല, വേണ്ട. ഒന്ന് ചിരിച്ചാൽ തന്നെ അവർക്ക് ഒരു ആശ്വാസം കിട്ടുമെന്നാണ് എൻ്റെ ഒരു പോളിസി. അവർ പറഞ്ഞ കറക്റ്റാണ്. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ മക്കളൊക്കെ വിദേശത്തായിരിക്കാം, വീണ്ടും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് വീണ്ടും ആ സ്ഥലങ്ങളിലോ വേറെ സ്ഥലങ്ങളിലോ ആയിരിക്കാം, യൂറോപ്യൻ കൺട്രീസിലായിരിക്കാം, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ വേദന എന്നുള്ള ഭയങ്കരമാണ്. നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ ആരുമില്ല, നമ്മുടെ സങ്കടം കേൾക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ സന്തോഷം കേൾക്കാൻ ആരുമില്ല, ഷെയർ ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഒരുപാട് പേര് എനിക്കറിയാം, ഒരുപാട് കുടുംബങ്ങളിൽ അപ്പനമ്മ ഒറ്റയ്ക്ക് കഴിയുന്നു. അപ്പോൾ ആ ബന്ധങ്ങളിലെ ദാരിദ്ര്യം മാറാൻ എന്ത് വേണം? ഇതുപോലത്തുള്ള കൂട്ടായ്മകൾ വളരെ നല്ലതാണ്. കരുനാഗപ്പള്ളി താലൂക്കിൽ മാത്രം പ്രവാസികളായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ശരിയാണോ? തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. 35,000-നും 40,000 ഇടയ്ക്ക് ആൾക്കാർ ഈ താലൂക്കിൽ മാത്രം, കരുനാഗപ്പള്ളി താലൂക്കിൽ മാത്രം ഉണ്ട്. അപ്പോൾ അത്രയും പേർ വിവിധ രാജ്യങ്ങളിൽ, ചിലപ്പോൾ യൂറോപ്യൻ കൺട്രീസിലായിരിക്കാം, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലായിരിക്കാം, ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് സഹിച്ച് നല്ല ജോലിയെ കിട്ടി എത്ര പേര് കാണും. GKPA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രേംസൻ കായംകുളം മുഖ്യ പ്രഭാഷണം നടത്തി. ഇത് പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വന്ന വ്യക്തി, അങ്ങനെ ഗൾഫിൽ രൂപം കൊണ്ട സംഘടനയാണ് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ. അത് രജിസ്റ്റേർഡ് സൊസൈറ്റി, രജിസ്റ്റേർഡ് സംഘടനയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ഗൾഫ് രാജ്യങ്ങളിലും കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങളിലും ഈ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയായിരുന്നു ഈ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കൊല്ലം ജില്ല. നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ജില്ലയായിരുന്നു. ഇടയ്ക്ക് കോവിഡ്. GKPA ആഗോള കോർഡിനേറ്റർ ശ്രീ രഘുനാഥൻ വാഴപ്പള്ളി സംഘടനാ അവലോകനവും GKPA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ S. സോമൻ നോർക്ക ക്ഷേമനിധി സംശയങ്ങളും നിവാരണങ്ങളും അംഗങ്ങൾക്കായി നടത്തി. GKPA മുൻ സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ മുൻ ട്രഷററുമായ ശ്രീ ആന്റണി നെറ്റോ GKPA പ്രവാസി കൂട്ടായ്മയിലേക്ക് എത്തിയവർക്ക് അംഗത്വ അപേക്ഷാ ഫോറം വിതരണം ചെയ്തു. കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൾ റസാഖ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ GKPA സംസ്ഥാന ട്രഷറർ ശ്രീ അനിൽ, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ഷംസുദ്ദീൻ തൃശൂർ, സംസ്ഥാന കമ്മിറ്റി അംഗവും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ശ്രീ മുഹമ്മദ് ബഷീർ പാലക്കാട്, GKPA കൊല്ലം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ഷിബു റാവുത്തർ, താലൂക്ക് രക്ഷാധികാരി ശ്രീ അനസ് മുഹമ്മദ്, കരുനാഗപ്പള്ളി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ ശശിധരൻ, ശ്രീ വാസുദേവൻ പിള്ള, ശ്രീ അബ്ദുൽ സലാം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് നടന്ന താലൂക്ക് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ GKPA കരുനാഗപ്പള്ളി താലൂക്ക് രക്ഷാധികാരികൾ ശ്രീ അനസ് മുഹമ്മദ് K, ശ്രീ വാസുദേവൻ പിള്ള, പ്രസിഡന്റ് ശ്രീ റഹീം പുതിയകാവ്, വൈസ് പ്രസിഡന്റ് ശ്രീ റഹീം കാഞ്ഞിക്കൽ, ശ്രീ ശശിധരൻ, ശ്രീ നാസർ പുന്നൂർ, ജനറൽ സെക്രട്ടറി ശ്രീ സലീം രാജ്, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ സുനിൽ, ശ്രീ അനിൽ, ട്രഷറർ ശ്രീ അബ്ദുൽ സലാം, ജോയിൻറ്റ് ട്രഷറർ ശ്രീമതി സൂസൻ യേശുദാസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. GKPA കരുനാഗപ്പള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ റഹീം കാഞ്ഞിക്കൽ യോഗത്തിന് നന്ദി പറഞ്ഞു. ചടങ്ങിനോടനുബന്ധിച്ച് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ക്ഷണിക്കപ്പെട്ട അതിഥികളുമൊപ്പം ഇഫ്താർ സൽക്കാര സംഗമവും നടന്നു. സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റിൻ്റെ
താൽക്കാലിക അവധിക്ക് പരിഹാരമായി സംഘടനയുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി GKPA ആഗോള കോർഡിനേറ്റർ ശ്രീ രഘുനാഥൻ വാഴപ്പള്ളിക്ക് താൽക്കാലികമായി കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാന ചുമതല നൽകി. വരും ദിനങ്ങളിൽ തന്നെ കൊല്ലം ജില്ലയുടെ 4 താലൂക്ക് കമ്മിറ്റികൾ കൂടി രൂപം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കരുനാഗപ്പള്ളി.